നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാലക്കാട് ജില്ലയിലെ വളരെ പ്രശസ്തിയാർന്ന ഒരു പൂരത്തിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിരിക്കുന്നത്. പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം ഒരുപാട് ഫേമസ് ആണ് പാലക്കാട് ജില്ലയിൽ. അതിൻ്റെ പൂരത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇന്ന് വലിയാറാട്ട് ദിവസം ആവേശത്തിൻ്റെ തിരമാലകൾ നിറച്ചുകൊണ്ട് ആർത്തിരമ്പുകയാണ് ആവേശം. ശിങ്കാരിമേളം ഒളിച്ചടുക്കുകയാണ്. കല്ലുവഴി ഭാഗത്തുള്ള ഒരു 2-3 കാളക്കമ്മിറ്റികളുടെ ചുറുചുറുക്കുള്ള ആഘോഷത്തിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. അയ്യവ, ഇതല്ലേ ആഘോഷം! പൊളി 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 വർഷത്തിലൊരിക്കൽ വരുന്ന ഈ ഉത്സവത്തിന് ആഘോഷമാക്കുകയാണ് പിള്ളേർ. കണ്ടോ, അവരിങ്ങനെ ആ താടി ചുള്ളി ഇങ്ങനെ 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 ആ താളത്തിന് ഒതുക്കി കുതിക്കുമ്പോൾ നമുക്ക് കൂടെ കടം ചാടാൻ തോന്നുന്നു. വലിയ ആറാട്ട് ദിവസമായി ഇന്ന് വൈകുന്നേരം നമ്മൾ ഫാമിലിയോട് കൂടിയിട്ട് ഞാൻ ഇന്ന് തൊഴുകാൻ ഇറങ്ങി. അപ്പോൾ അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കൂടെ ഈ കാണുന്നത്. റോഡിൻ്റെ 2 സൈഡിലും ഒരുപാട് കച്ചവടക്കാർ കാണാം. പിന്നെ ലൈറ്റ് കൊണ്ടുള്ള അലങ്കാരങ്ങളും. ആ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം പോയി തൊഴുക എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫീലാണ്. ചെറിയൊരു ആനപ്പൂരം ഉണ്ട് കേട്ടോ. വലിയൊരാട്ട് ദിവസമായത് കൊണ്ട് ഇങ്ങനെ ലൈറ്റുകളും ഇതൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് അടിപൊളിയാണ്. ചെറിയൊരു ആനപ്പൂരം, വേല, കാളവേലയും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്തിൻ്റെ മേളം കഴിയുമ്പോഴേക്കും അടുത്ത ഭാഗത്തിൻ്റെ മേളത്തിന് വേണ്ടിയിട്ട് ആനയും പരിവാരങ്ങളും കാത്തിരിക്കുകയാണ്. തൊഴുകലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തേക്ക് കൂടെ ഇങ്ങനെ ഇറങ്ങി. ഒരുപാട് കടകളും ഒരുപാട് കച്ചവടക്കാരുമായി അമ്പലമുറ്റം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അമ്പലത്തിൽ ഞങ്ങൾ നേരെ ചെയ്ത് വീടിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അവിടെ നല്ല അടിപൊളി സ്റ്റേജ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു. രാത്രി വേലങ്ങനെ പോവാണ്. ആവേശങ്ങൾ തീർത്തുകൊണ്ട് കാളവേലങ്ങനെ പോവാണ്. എന്താ രസം! ലൈറ്റൊക്കെ ഇട്ടിട്ട് പൊളി 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 അടിപൊളിയാണ്. തായമ്പയും ഉണ്ടായിരുന്നു കേട്ടോ. വേറൊരു ഗ്രൂപ്പിൻ്റെ ആഘോഷം ഇങ്ങനെ തിമറക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴും നല്ലൊരു പാട്ട്. ഇതാണ് കാളവേല. ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടോ. ഒക്കെ നമ്മുടെ പരിചയക്കാരാണ്. വീട്ടിൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ ഇവിടെ നിന്നൊക്കെ ഉള്ള പിള്ളേരുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരുണ്ട്. പിന്നെ വിരുന്ന് വന്നവരുണ്ട്. നല്ല ഫോമിലാണ് പിള്ളേർ. അതിനനുസരിച്ച് നല്ല കളിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉണ്ണിഷേട്ടനെത്തി. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ആ മനയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലത്തെ നമ്മളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നിട്ടുള്ള ഉണ്ണിഷേട്ടനും അവരുടെ ഫ്രണ്ട്സുമാണത്. അവർ കല്ലുവഴി മേക്കാങ്ങാവിൻ്റെ അവിടെ നിന്ന് വരുന്ന കാളുടെ ട്രൂപ്പാണ് ഇവർ. അപ്പോൾ അവരെ കണ്ടു, കുറച്ച് വീഡിയോ എടുത്തവർ കുറച്ച് കാര്യങ്ങളെല്ലാം പറയും. ഇപ്പം 40 കൊല്ലമായി പച്ചില് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 3-4 കൂട്ട് അവരൊക്കെ കൂടെ അയ്യപ്പക്കാവുന്നതെല്ലാം നാട്ടുകാരുടെ സഹായത്തോടു കൂടെയാണ് നമ്മൾ ഇതെല്ലാം കഴിച്ചു തുടങ്ങി. പിന്നെ തീയതി വരേക്കും യാതൊരു കുഴപ്പമില്ലാണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇക്കൊല്ലവും ഗംഭീരമായിട്ട് നമ്മൾ തുറന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഇപ്പം ഓരോരോ കൊല്ലത്തിലും നമുക്ക് ചാർജുകൾ കൂടിയിട്ട് വരുന്നുണ്ട്. 30 വർഷമായിട്ട് ഒരു അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കാളയാണ്. മേക്കാങ്ങോഴി അയ്യപ്പൻ്റെ തിരുനടയിൽ നിന്ന് കൊണ്ടുവരുന്ന കാളയാണ്. ഒറ്റ വർഷമാണ് ഞങ്ങൾ നിന്ന് നിർത്തിയുള്ളൂ. അത് ഞങ്ങളൊരു ഒറ്റ സുഹൃത്തും ഈ കമ്മിറ്റി ഭാരവാഹി എഴുതിയ സുരേഷ് മരിച്ചപ്പോൾ ഒറ്റ വർഷം 40 വർഷമായി ഇപ്പോൾ തുടർച്ചയായിട്ട് കൊണ്ടുവരണോ. ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ കൊണ്ടുവരണോ. അപ്പോൾ വലിയറാട്ട് കഴിഞ്ഞ് ഇന്ന് പൂരം ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമുള്ള ആഘോഷങ്ങളാണിത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്